സംസ്ഥാനത്തെ KSEB അനാസ്ഥയിൽ വീണ്ടും ഒരു മരണം. പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് തിരുവനന്തപുരം നെടുമങ്ങാട് പനയമട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ മരച്ചില്ല വൈദ്യുതി കമ്പിയിൽ വീണ് പോസ്റ്റ് ഒടിഞ്ഞാണ് അപകടം. മരച്ചില്ലകൾ മുറിച്ചു മാറ്റാൻ KSEB തയ്യാറാകാത്തതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇന്ന് പുലർച്ചെ 12:30 അപകടം. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന പനയമുട്ടം സ്വദേശി അക്ഷയയും സുഹൃത്തുക്കളും സഞ്ചരിച്ച ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാമ്പാടി മസ്ജിദ് മദ്രസയ്ക്ക് സമീപത്ത് വെച്ച് പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് 19 വയസ്സുള്ള അക്ഷയ് മരണപ്പെട്ടത്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒരു 5 സെക്കൻഡേ ഉള്ളൂ. 5 സെക്കൻഡ് ഇവിടെ എത്തിയപ്പോൾ കാണാൻ ഒരു ഭയങ്കര ശബ്ദവും കേൾക്കുന്നു, വിളിയും കേൾക്കുന്നു. അങ്ങനെ നമ്മൾ ഓടി വന്നപ്പോൾ ഇതേമാതിരി കറണ്ടിൽ അടിച്ചിങ്ങനെ കിടക്കുന്ന ആൾ. അപ്പോഴും തന്നെ നമ്മളൊക്കെ തോർത്ത് ഉടുപ്പൊക്കെ ഇട്ടൊക്കെ പിടിച്ചിട്ട് ഒരു വിധി ഇളവല്ല, രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് അപ്പോൾ സ്പോട്ടിൽ തന്നെ ആൾ മരിച്ചു. പൊട്ടിവീണ ലൈൻ കമ്പിക്ക് സമീപത്തെത്തിയപ്പോഴാണ് കണ്ടതെന്നും ബ്രേക്ക് ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും അപകടം സംഭവിക്കുകയായിരുന്നുവെന്നും അക്ഷയ്ക്ക് ഒപ്പം സഞ്ചരിച്ച സുഹൃത്ത് പറഞ്ഞു. വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നുമില്ല, ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു. തെറിച്ച് വീണിട്ട് നമ്മൾ കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. KSEB ഉദ്യോഗസ്ഥരും വാമനപുരം MLA-യും സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി വാമനപുരം MLA DK മുരളി സമ്മതിച്ചു. നമുക്കറിയാമല്ലോ, ദുരന്തം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാ ലൈനുകളും ഓവർഹെഡ് ലൈനാണ്. അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അക്കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കിളിമാനൂർ SHO വ്യക്തമാക്കി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ബാക്കി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും വ്യക്തികളുടെയോ മറ്റോ ഭാഗത്തുനിന്ന് വീഴ്ച ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെക്ഷൻ ആൾട്ടർ ചെയ്ത് ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിലൊന്നും വന്നിട്ടില്ല, പരാതിയും വന്നിട്ടില്ല. അതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് BJP ആരോപിച്ചു. ഇത്രയുമായിട്ടും ഒരു വിഷയങ്ങളുണ്ടാകുമ്പോൾ സർക്കാർ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് ഈ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ടച്ചിങ്ങിന് വേണ്ടി KSEB ചിലവാക്കുന്നത്. ആ ടച്ചിങ്ങിന് കൂടെ ഇപ്പോഴും അതിനുശേഷം AIO കൂടെ വന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ഇവിടെ എത്രത്തോളം ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊല്ലം തേവലക്കരയിലെ 13 വയസ്സുകാരൻ്റെ തീരാനൊമ്പരം മലയാളി മനസ്സിൽ നിന്നും മായുന്നതിന് മുമ്പാണ് മറ്റൊരു വൈദ്യുതാഘാത അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. വിജു M. സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. അതേസമയം മരം വെട്ടിമാറ്റാൻ തയ്യാറായില്ലെന്ന അധികൃതരുടെ ആരോപണം വസ്തുവിൻ്റെ ഉടമ നിഷേധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണ്. ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. മരങ്ങൾ മൂടോടെ വെട്ടിമാറ്റാൻ തയ്യാറാണ്. നോട്ടീസ് തന്നിരുന്നുവെന്ന അധികൃതരുടെ വാദവും വസ്തു ഉടമ തള്ളി. ഇവരാരും എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞ് ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ചേട്ടൻ 4 മാസം മുമ്പ് നോട്ടീസ് പഞ്ചായത്തിന് നോട്ടീസ് തന്നില്ല 4 മാസം മുമ്പ് തന്നില്ല. ഈ പള്ളി സത്യത്തിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. 5 മൂട് റബ്ബർ ഞാൻ കേവിലൈൻ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും, നമ്മൾ നാട്ടിന് വേണ്ടി ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ അപ്പുറത്ത് അടുത്തൊരു വീടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് എന്നും കോതണമെന്ന് പറഞ്ഞ് ഞാൻ കോതനില്ല, ഞാൻ എന്നെ മുറിച്ച് മാറ്റിത്തരാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്, സുനിൽ പറഞ്ഞത് താങ്കൾക്ക് 4 മാസം മുമ്പ് കത്ത് നൽകിയതാണ്. ഞാൻ ഇപ്പം ചോദിക്കാം സാറേ, പറഞ്ഞില്ല സാറേ. ഈ പള്ളി സത്യത്തിൽ വേണമെങ്കിൽ പള്ളി നിങ്ങൾ വിശ്വസിക്കും. ഈ പള്ളി സത്യത്തിൽ അങ്ങനെ ഒരു പ്രസിഡന്റും പറഞ്ഞിട്ടില്ല, സുനിയും പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു കൊടുക്കും. സാറേ പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ട് ചെയ്യില്ല. ഞാൻ ഇവര് പറയാതെ